എമ്പുരാനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് കടുക്കുകയാണ്. ബിജെപിയിൽ തന്നെ രണ്ട് തട്ടിലാണ് നേതാക്കൾ. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കാൻ കോടതിയിൽ പോകുന്ന സി രഘുനാഥിന്റെ നിലപാടിനെ വിമർശിച്ച ബി മുരളീധരൻ രംഗത്ത് വന്നു. സംസ്ഥാന പ്രസിഡന്റ് ഒരു നിലപാടെടുത്താൽ അത് അവസാനത്തേതാണെന്ന് മുരളീധരൻ പറയുന്നു. എന്നാൽ ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം പൃഥ്വിരാജിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് പറഞ്ഞു. എമ്പുരാനെതിരെ RSS മുഖപത്രമായ ഓർഗനൈസറിലും ലേഖനമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസും രാഹുൽജിനാഥും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് രാഹുലിലേക്ക് പോകാം. രാഹുൽ, ഇപ്പോൾ വിവാദങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. എമ്പുരാൻ സിനിമയുടെ സെൻസറിംഗ്, അതുപോലെ മറ്റ് കാര്യങ്ങൾ, പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ, ഇങ്ങനെ പല ചോദ്യങ്ങളും ഉയർന്നു വരികയാണ്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പല പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ ഭിന്നത ഈ BJPക്കിടയിലായാലും RSS പ്രവർത്തകർക്കിടയിലായാലും വലിയ ഭിന്നതയുണ്ടെന്നാണ്. കാരണം എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രമേയത്തിലാണ് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. അപ്പോഴും ഇന്നലെ BJP അധ്യക്ഷൻ പറഞ്ഞത് അത്തരത്തിൽ സിനിമയെ കാണണമെന്ന് പറയുന്ന വ്യക്തികളുമുണ്ട്. എന്നാൽ സിനിമയെ അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിക്കാണാൻ കഴിയില്ല, അതിൽ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ആശയങ്ങളാണ് പറയുന്നത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അല്പസമയം മുമ്പ് നമ്മൾ നൽകിയ വാർത്ത. സെൻസർ ബോർഡിൽ ഇത്തരത്തിൽ രണ്ട് ആവശ്യങ്ങൾ മാത്രമാണ് RSSന്റെ നോമിനികളായ അംഗങ്ങൾ പറഞ്ഞത്. ആ രണ്ട് ആവശ്യങ്ങളും ഇതുമായി ബന്ധമുള്ളതല്ല, മറിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും ഒപ്പം ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പരാമർശവും ഒഴിവാക്കണമെന്ന് തന്നെയാണ്. RSS ഇത്തരമൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ RSSന്റെ തന്നെ നോമിനികളായ അവർ ഇതേ ആവശ്യം ഒരു ഘട്ടത്തിലും ഇതിൻ്റെ ഈ സെൻസറിങ് നടന്ന ഘട്ടത്തിൽ ഒന്നും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരട്ടത്താപ്പായി കാണാമെന്നുള്ള വിമർശനം വലിയ രീതിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് RSS സംഘടനയ്ക്കുള്ളിൽ തന്നെ എന്തുകൊണ്ട് നോമിനികൾ ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചില്ല, ഈ സിനിമയുടെ സെൻസറിങ്ങിൻ്റെ ഘട്ടത്തിൽ ഉന്നയിച്ചില്ല എന്നുള്ള ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിലൊരു ഭിന്നതയുണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം എല്ലാവരും ഒരേ അഭിപ്രായമല്ല പറയുന്നത്. സിനിമയെ കാണണമെന്ന് പറയുന്ന നേതാക്കളുമുണ്ട്. ഒപ്പം സിനിമ അത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ് പുറത്തുവിടുന്നത്. ഒപ്പം വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും വ്യക്തിപരമായ വിമർശനങ്ങളിലേക്കും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ നേരിടുന്നുണ്ട്. എന്തായാലും ഇതിലൊരു യോജിപ്പില്ലാതെ ഇവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി രാഹുൽ, എന്തായാലും BJPയിൽ രണ്ട് അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്.